വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ശബരിമലയിലെ ആചാരങ്ങളിൽ പ്രധാനമാണ് പറകൊട്ടിപ്പാട്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ നിരവധി ഭക്തരാണ് മാളികപ്പുറത്ത് പറകൊട്ടിപ്പാട്ട് വഴിപാടായി നടത്തുന്നത്. ശബരീശ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തിയാൽ പറകൊട്ടിപ്പാട്ടിൻ്റെ നാദമാണ് ശരണം വിളിക്കൊപ്പം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. വേലാചാര്യന്മാരാണ് പാപദോഷമകലാൻ ഇവിടെ പറകൊട്ടിപ്പാടുന്നത്. ഭാരതപ്പറയുടെ നാദം കേൾക്കുന്ന ദിക്കിലെ ദുഃഖവും ദുരിതവും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. അയ്യപ്പൻ്റെ ശത്രുദോഷം പറകൊട്ടിപ്പാട്ടിലൂടെ അകറ്റിയതോടെയാണ് വേലാചാര്യന്മാർക്ക് ശബരിമലയിലും സ്ഥാനം ലഭിച്ചതെന്നാണ് ഐതിഹ്യം. അയ്യപ്പന് ശനിദോഷം ബാധിച്ചപ്പോൾ മഹാവിഷ്ണു അവതാരമെടുത്ത് ശിവനായിട്ട് വന്ന് പറകൊട്ടിപ്പാടി ശനിദോഷം അകറ്റുമായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ പറകൊട്ടിപ്പാടി അയ്യപ്പൻ്റെ ദോഷം മാറ്റുന്നത്. പന്തളത്ത് വസിച്ചിരുന്ന കാലത്ത് അയ്യപ്പനേറ്റ ശത്രുദോഷം തീർക്കാൻ വൈദികരും മാന്ത്രികരും പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല. വേലാചാര്യന്മാർക്ക് മാത്രമേ അയ്യപ്പനെ രക്ഷിക്കുവാൻ കഴിയൂ എന്ന് പരമശിവനരുളി. ദേവന്മാർ വേലന്മാരെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പരമേശ്വരനും പാർവതീദേവിയും വേലനും വേലത്തിയുമായി വേഷം ധരിച്ച് ഭഗവാന്റെ ശത്രുദോഷം പറകൊട്ടിപ്പാടി ഒഴിപ്പിച്ചു. ശബരിമലയിൽ വരുന്ന ഭക്തരുടെ ശത്രുദോഷം, നാവേറുദോഷം, പ്രാക്കുദോഷം, ദൃഷ്ടിദോഷം, പിണിയും പിണിപ്പാടും ഭയവും ഭയപ്പാടും തുടങ്ങി സമസ്ത ദുഃഖവും ദുരിതവും അടിമുതൽ മുടി വരെ പാടി ഒഴിപ്പിക്കാൻ തന്നോടൊപ്പം വേലാചാര്യന്മാർ ഉണ്ടാകണമെന്ന് അയ്യപ്പൻ പന്തളം രാജാവിനോട് ആവശ്യപ്പെട്ടു. തുകൽവാദ്യത്തിൻ്റെ താളത്തിൽ അയ്യപ്പനെ കേശാദിപാദം പാടി പുകഴ്ത്തുന്നതാണ് പറകൊട്ടിപ്പാട്ടിലെ ഈരടികൾ. അയ്യപ്പന് മന്ത്രസഹിതം പറകൊട്ടിപ്പാടി മൂർധാവിലും നെറ്റിയിലും ഭസ്മമണിയിക്കുന്നതോടെ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. തുകൽവാദ്യത്തിൻ്റെ താളഘോഷങ്ങൾക്കിടയിൽ നിന്ന് ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ് സംവിധാനം.